നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ആത്മീയതയിൽ ദൈവത്തിൻ്റെ ഈ ലോകത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ സൃഷ്ടിപ്പ് നടത്തിയത്? എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത്? നമ്മൾ ആത്മീയതയിലൂടെ നമ്മൾ എങ്ങനെ ദൈവത്തിനെ കണ്ടെത്താൻ പറ്റും? എല്ലാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ആത്മീയതയുടെ മാപ്പ് കിട്ടുന്നത്. അതിലൂടെ പോകുമ്പോഴാണ് നമ്മൾ എവിടെ എത്തി, എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അതല്ല, നമ്മളിതൊന്നും അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജിലും തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആത്മയാത്രികരും നമ്മളും തമ്മിൽ വ്യത്യാസം മനസ്സിലാകാതെ പോകാൻ അത് കാരണമായി തീരും. അതൊന്നും സംഭവിച്ചുകൂടാ. നമ്മൾ അതിനെ മൊത്തത്തിലൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ടായി. അതിൻ്റെ വിവിധ കാര്യങ്ങൾ, അത് ദൈവവുമായിട്ട് എങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് ഈ മൊത്തം പ്രപഞ്ചത്തിന്റെ പടപ്പിന്റെ രീതിയാണ്. അത് ദൈവം സൃഷ്ടിച്ച രീതിയാണ്. ദൈവം ആത്മാക്കളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് അവന് അതുണ്ടാവാനേ കൽപ്പിക്കലുണ്ടായി. ദൈവത്തിന്റെ കേസിൽ ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അവന് കൽപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവും. അങ്ങനെ അവന് ആത്മാക്കളെ ഉദ്ദേശിച്ചപ്പോൾ എണ്ണമറ്റ ആത്മാക്കളുണ്ടായി. അങ്ങനെ ആദ്യമായി നിലവിൽ വന്നത് ഈ ലോകത്തേക്ക് പറഞ്ഞയക്കാനായി അവൻ നിശ്ചയിച്ചു വെച്ച പ്രവാചകന്മാർ ആത്മാക്കളാണ്. അത് അവന്റെ തൊട്ടു മുമ്പിൽ നിൽക്കലുണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ നിരയിൽ ഗുരുവര്യന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ സന്യാസിമാരായിക്കൊണ്ട് ഈ ലോകത്തേക്ക് വരേണ്ട ആത്മാക്കൾ, അതിന് ബാക്കിലായിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ ആത്മാക്കൾ, അതിന് പിന്നിലായി സാധാരണ ജനങ്ങൾ ആത്മാക്കൾ. ഇങ്ങനെയാണ് നിലകൊണ്ടത്. ദൈവത്തിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ സ്ത്രീകൾ ആത്മാക്കളും, അതിന് പിന്നിൽ മൃഗാത്മാക്കൾ, അതിന് പിന്നിൽ സസ്യാത്മാക്കളും, അതിന് പിന്നിൽ ധാതു ആത്മാക്കളും കാണപ്പെട്ടു. ധാതു ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്ലിലുണ്ടാവുന്ന ഖരപദാർത്ഥങ്ങളിൽ ഉണ്ടാവുന്ന ആത്മാവാണ്. അതിന്റെ റോൾ എന്താണ്? പരസ്പരം ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുക. അഥവാ ആറ്റോമിക് ലെവലിലാണെങ്കിലും പരസ്പരം ഒന്നിച്ചിരിക്കണമെങ്കിൽ ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. റുഹാനി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൂഹാണ്. ആ റൂഹിന്റെ പേരാണ് ജമാദി റൂഹ് എന്ന് അറബിയിൽ പറയും. ധാതു ആത്മാവ് എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ലോഹാത്മാവ് എന്ന് ഉപയോഗിക്കാം. അതിന് പല ഭാഷയിൽ പല രീതിയിൽ ഉപയോഗിക്കാം. ധാതു ആത്മാക്കൾക്ക് ചലിക്കാനുള്ള കഴിവുണ്ടാവില്ല. ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് മാലാഖമാരും അതിനെ തുടർന്ന് സ്വർഗീയ സ്ത്രീകളും അവരുടെ റൂഹുകൾ, അവരുടെ ആത്മാക്കളും സ്ഥാനം പിടിച്ചു. ഈ വലത്തെ ഭാഗത്തുണ്ടായിരുന്ന മാലാഖമാർക്കോ സ്ത്രീജനങ്ങൾക്കോ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിന് പിന്നിലായിട്ട് മാലാഖമാരെ കൂട്ടത്തിൽ ഒരു പ്രത്യേക വർഗക്കാരുണ്ട്. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മാലാഖതുല്യരായിട്ടുള്ള ഒരു വിഭാഗം. അവര് നന്മകൾക്ക് സഹായിക്കുന്ന ജോലിയാണ് അവർക്ക് ഭൂമിയിലുള്ളത്. അത്തരം ആത്മാക്കളെ വരിയാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. അവർ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞ പ്രവാചകന്മാരുടെയും സന്യാസിമാരുടെയൊക്കെ സഹായികളായിട്ട് നിലനിൽക്കും. അതേപോലെ ദൈവത്തിന്റെ ഇടത്തെ ഭാഗത്ത് ഭൂതവർഗങ്ങളെ ആത്മാക്കൾ, അതേപോലെ ദുരാത്മാക്കൾ, അതേപോലെ ദുഷ്ടാത്മാക്കൾ, ഇവരെല്ലാം നിലകൊണ്ടു. ഈ കൂട്ടര് ഭൂമിയിൽ വന്നതിന് ശേഷവും സാത്താന്മാരുടെ നേതാവായ ലൂസിഫർ എന്ന പേര് അറിയപ്പെടുന്ന, ഇബ്ലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ നേതാവിനെ സഹായിക്കാൻ സന്നദ്ധരായി. ദൈവത്തിന്റെ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും ആത്മാക്കൾക്ക് വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളെ ആത്മാക്കൾക്കും ദൈവിക വെളിപ്പെടലെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ആ സമയത്ത് അവിടെ ഈ രീതിയിൽ നടന്ന കാരണം കൊണ്ട് തന്നെ അവർക്കൊരിക്കലും ദൈവത്തിനെ കാണാൻ സാധിക്കുന്നതല്ല. അഥവാ മാലാഖമാർക്കോ ഭൂതവർഗത്തിനോ സ്ത്രീകൾക്കോ ദൈവത്തിനോട് സംസാരിക്കാൻ കഴിയും, പക്ഷെ കാണാൻ സാധിക്കുന്നതല്ല. ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു അഗ്നിഗോളം ഉണ്ടായിരുന്നു. അതിനോട് തണുക്കുവാൻ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അതിന്റെ ഭാഗങ്ങൾ ആകാശമണ്ഡലത്തിൽ ചിന്നിച്ചിതറി. ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ഭൂമി, നക്ഷത്രങ്ങൾ എന്നിവ അതിന്റെ ചിതറിയ ഭാഗങ്ങളും. സൂര്യൻ ആ അഗ്നിഗോളത്തിന്റെ ശിഷ്ടഭാഗവുമാണ്. തുടക്കത്തിൽ ഭൂമി ചാരം കൊണ്ട് മാത്രം നിറക്കപ്പെട്ട ഒരു ഗോളമായിരുന്നു. ചാരത്തെ കല്ലുകളാക്കി മാറ്റുന്നതിനായി ധാതു ആത്മാക്കളെ ഭൂമിയിലേക്ക് അയച്ചു. ശേഷം പാറകളിൽ ചെടികളും വൃക്ഷങ്ങളും മുളയ്ക്കാനായി സസ്യാത്മാക്കളെയും അയച്ചു. അതിനുശേഷം വന്ന മൃഗാത്മാക്കളിൽ നിന്നും ഭൂമിയിൽ മൃഗങ്ങളുണ്ടായി. പിന്നീട് ദൈവം എല്ലാ ആത്മാക്കളോടും ഞാൻ നിങ്ങളുടെ സൃഷ്ടാവല്ലയോ എന്ന് ചോദിക്കലുണ്ടായി. ആത്മാക്കളെല്ലാവരും അതേ എന്ന് മറുപടി പറയുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. കല്ലുകളുടെയും വൃക്ഷങ്ങളുടെയും ആത്മാക്കൾ പോലും സാഷ്ടാംഗം പ്രണമിക്കലുണ്ടായി. ഇതിനുശേഷം ദൈവം ആത്മാക്കളെ പരീക്ഷിക്കുന്നതിനായിട്ട് കൃത്രിമമായ ഒരു ഇഹലോകം സൃഷ്ടിച്ച് അതിലുള്ള സുഖങ്ങളും സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കിത് കരസ്ഥമാക്കാം. അത് കേട്ടുകൊണ്ട് എണ്ണമറ്റ ആത്മാക്കൾ
ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പ്രദർശിപ്പിക്കപ്പെട്ട ഈ ഇഹലോകം മോഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. അവരുടെ വിധിയിൽ നരകം എഴുതപ്പെട്ടു. പിന്നീട് ദൈവം അവർക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ കാഴ്ചകൾ പ്രദർശിപ്പിച്ചു. അത് ആദ്യത്തേക്കാളും മികച്ചതും അനുസരണ, ആരാധന എന്നിവയുമായി ബന്ധപ്പെട്ടതുമായിരുന്നു. ധാരാളം ആത്മാക്കൾ അത് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. അവരുടെ വിധിയിൽ സ്വർഗം എഴുതി ചേർക്കപ്പെട്ടു. നിരവധി ആത്മാക്കൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കാര്യം ദൈവത്തിനും അതേപോലെ സാത്താനും ഇടയിലായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ വന്നതിന് ശേഷവും ഈ ആത്മാക്കൾ രണ്ടിനും മധ്യേ കുഴങ്ങി നിൽക്കുന്നു. ആരാണോ അവരെ ആദ്യം സ്വാധീനിക്കുന്നത് അവർ അവരുടേതായിത്തീരുന്നു. ധാരാളം ആത്മാക്കൾ ഇഹലോകമോ സ്വർഗമോ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ രൂപത്തിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നിരുന്നു. ദൈവം അവരെ സ്നേഹിച്ചു. അവർ ദൈവത്തിനെയും സ്നേഹിച്ചു. ഈ ആത്മാക്കൾ ഇഹലോകത്ത് വന്നതിന് ശേഷം ദൈവത്തിന് വേണ്ടി ഈ ലോകം ഉപേക്ഷിച്ച് വനങ്ങളിൽ താമസമാക്കി. ആത്മാക്കളുടെ ആവശ്യങ്ങൾക്കും അവരുടെ ആനന്ദത്തിനുമായി 18,000 തരം ജീവികൾ സൃഷ്ടിക്കപ്പെട്ടു. 6,000 കടലിലും 6,000 കരയിലും 6,000 വായുവിലും വാനലോകങ്ങളിലുമായിട്ടും. എന്നിട്ട് ദൈവം 7 തരം സ്വർഗങ്ങളും 7 തരം നരകങ്ങളും സൃഷ്ടിച്ചു. അതിൽ ഓരോ സ്വർഗവും ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് ഉന്നതമാക്കപ്പെട്ടു. ഇതേപോലെ 7 നരകങ്ങളും സൃഷ്ടിച്ചു. അത് ഒന്നിനു മീതെ ഒന്നൊന്നായിട്ട് കഠിനമാക്കപ്പെട്ടു. ദൈവത്തിന്റെ ഭാഷ സുറിയാനിയാണ്. ദൈവം മാലാഖമാരുമായിട്ട് സംസാരിക്കുന്ന ഭാഷയാണ് സുറിയാനി. ദൈവം താൻ ഉദ്ദേശിക്കുന്നവരെ നരകത്തിലേക്കോ താൻ ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലേക്കോ അയക്കുന്നു എന്നത് ഒരു പൊതുവായ വിശ്വാസമാണ്. അവിടെ നിന്ന് ഒരു ആത്മാവ് നരകത്തിലേക്ക് അയക്കപ്പെട്ടാൽ ചോദിച്ചേക്കാം, എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? അപ്പോൾ ദൈവം പറയും, നീ എന്നിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞ് ഈ ഇഹലോകത്തെ മോഹിച്ചു. അപ്പോൾ ആ ആത്മാവ് പറയും, അത് എൻ്റെ അല്പബുദ്ധിയിൽ തോന്നിയ ഒരു തീരുമാനം മാത്രമായിരുന്നു. എന്നിരുന്നാലും അത് ഞാൻ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഈ വാദം തീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആത്മാക്കളെ ഇഹലോകത്തേക്ക് അയച്ചത്. ദൈവം ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മവിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ശങ്കർജി. അതായത് ശങ്കര ഭഗവാൻ എന്നും ശങ്കർജി എന്നും ശിവൻ എന്നും ആദമെന്നും പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പല ഭാഗങ്ങളിൽ, പല മതങ്ങളിൽ പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശരീരം പടക്കപ്പെട്ടത് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടാണ്. മനുഷ്യാത്മാവിനെ കൂടാതെ മറ്റു ചില ആത്മാക്കളെയും ശിവന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ശിവന്റെ അല്ലെങ്കിൽ ആദമിന്റെ ശരീരത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇബിലീസ് എന്ന സാത്താൻ കടുത്ത അസൂയ നിമിത്തം അതിലേക്ക് തുപ്പി. തുപ്പൽ പൊക്കിളിൽ വീഴുകയും തുപ്പലും അതിന്റെ അണുവും ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഭൂതവർഗത്തിൽപ്പെട്ടവനാണ് ശൈത്താൻ അല്ലെങ്കിൽ സാത്താൻ. ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും കൂടെ ഒരു സാത്താനും ജനിക്കുന്നുണ്ട്. ഈ മനുഷ്യ ശരീരം ഒരു മൺകൂട് പോലെയാണ്, ഒരു കളിമൺ വീട് പോലെ. അതിൽ 16 ആത്മാക്കൾ കുടികൊള്ളുന്നുണ്ട്. അതിനെ കൂടാതെ ഹൃദയത്തിൽ ദുർമന്ത്രണം ചെയ്യുന്ന പിശാചുക്കളുണ്ട്. അതേപോലെ 4 പക്ഷികളുണ്ട്. ആദമിന്റെ ഇടത്തെ വാരിയലിൽ നിന്നും സ്ത്രീയുടെ രൂപത്തിൽ പദാർത്ഥം പുറപ്പെട്ടു വന്നു. അതിലേക്ക് ഒരു ആത്മാവിനെ പ്രവേശിപ്പിച്ചു. അങ്ങനെ മാതാവ് ഹവ്വ ഉണ്ടായി. ആ ഹവ്വയുടെ മറ്റൊരു പേരാണ് പാർവതി, അഥവാ ശിവന്റെ ഭാര്യയായ പാർവതി. സ്വർഗത്തിൽ നിന്നുള്ള പുറത്താക്കലിന് ശേഷം ആദം ശ്രീലങ്കയിലും മാതാവ് ഹവ്വ അഥവാ പാർവതി ജിദ്ദയിലും ഇറക്കപ്പെട്ടു. അങ്ങനെ അവരിൽ നിന്നും ഏഷ്യൻ വംശജരുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ബാക്കി ആത്മാക്കളെയും ഉപരിലോകങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് സമയാസമയങ്ങളിൽ ഇറക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ആത്മാക്കൾക്ക് പരിശീലനവും അറിവുകളും നൽകുന്നതിനായി മതങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വിധി പ്രകാരം ചില ആത്മാക്കളെ മതങ്ങളിലും ചിലതിനെ മതമില്ലാതെയും ക്രമപ്പെടുത്തി. ദൈവത്തെ മാത്രം സ്നേഹിച്ച ആത്മാക്കളും ഈ ലോകത്തേക്ക് വരികയുണ്ടായി. അവർ മുസ്ലിം, സിഖ്, ഹിന്ദു, ക്രിസ്ത്യൻ വീടുകളിൽ പിറവിയെടുത്തു. അവർ അവരുടെ മതങ്ങളിലൂടെ ദൈവത്തെ അന്വേഷിച്ചു. ഇക്കാരണം കൊണ്ടാണ് എല്ലാ മതങ്ങളിലെയും ഉന്നതരെല്ലാം തന്നെ ഏകാന്തവാസം അനുഷ്ഠിച്ചത്. ഇങ്ങനെ ഏകാന്തവാസം അനുഷ്ഠിച്ച് ഉന്നതരായവരിലൂടെയാണ് മതങ്ങൾ പ്രചരിച്ചത്. അവരാണ് പ്രവാചകന്മാരായിക്കൊണ്ട്, ഗുരുവര്യന്മാരായിക്കൊണ്ട് ലോകത്ത് ഈ മതങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്.